Hi, welcome to Ammus kitchen. Now, I am ready to Mattar Paneer recipe. Now, we will ready Mattar Paneer ready. Mattar Paneer is ingredients. 1 cup paneer, 1 cup fresh green peas, 1 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തത്, 2 തക്കാളി അരിഞ്ഞത്, കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞെടുത്തത്, പിന്നെ ആവശ്യത്തിന് പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകത്തിന്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്. മസാല ഞാൻ ചേർക്കുമ്പോൾ അളവ് പറയാം. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ഈ മട്ടർ പനീർ റെഡിയാക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഉള്ളി ചേർക്കാം. ഇപ്പോൾ ഞാൻ ഉള്ളി ചേർക്കാനായിട്ട് പോവാണ്. ഉള്ളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഉള്ളി വല്ലാതെ ബ്രൗൺ കളറായിട്ട് വഴറ്റണമെന്നില്ല. ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ട് എടുത്തു വെച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് കുറച്ച് പൊടികൾ നമുക്ക് എടുത്തു വെച്ച പൊടികൾ ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് അരച്ചിട്ട് ചേർക്കുമ്പോൾ നമ്മൾ സിമ്മിലേക്ക് ഇടണം, അല്ലെങ്കിൽ നല്ല പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ബബിൾസ് വന്നിട്ട്. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ എല്ലാ പേസ്റ്റും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് പനീറും ബീൻസും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർക്കാം. അതുപോലെ തന്നെ ഫ്രഷ് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം നമുക്ക് പനീറിന് അധികം വേവില്ല, എന്നാലും നമ്മൾ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇത് അടച്ചു വെക്കാനായിട്ട് പോവാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ അത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മട്ടർ പനീർ റെഡി ചെയ്യാൻ നോക്കാം. ഞാൻ 2 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിൽ എടുത്തു വെച്ചാൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് ബ്രെഡിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് കിച്ചൻ.